ഫൈനലി മോണിറ്റൈസ് ആയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വീഡിയോ ഇവിടെ കൊടുക്കാട്ടോ. അതായത് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ കേട്ടിട്ടുള്ള ഒരാൾ. ഡോളേഴ്സിലാണ് നമുക്ക് പൈസ വരിക. അങ്ങനെ ഇമോഷണലി തകർക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു. രാവിലെ 1 മണിക്കൂർ ട്യൂഷൻ എടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത്. ഞാൻ പറയും എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറില്ല, ഒരു ഷെയിമും വിചാരിക്കാറില്ല. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വ്ളോഗാണ്. ഞാൻ ആക്ച്വലി കുറേ ദിവസമായി ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് ഇരിക്കുന്നത്. കാരണം ഈ ഒരു കാര്യം വേറെ ആരെക്കാളും മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്താണ് പറയേണ്ടത്. കാരണം നമ്മളുടെ ചാനല് ഫൈനലി മോണിറ്റൈസ് ആയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഐ എം സോ ഹാപ്പി. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ്. അത്രയും എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും നന്ദി പറയാനുണ്ട്. എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ് കണ്ട് അതിൽ കമൻറ്റ്സ് ചെയ്ത് അത്രയും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സാണ്. എനിക്ക് ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ യൂട്യൂബിലൂടെ കുറേ ചേച്ചിമാരെയും കുറേ അനിയത്തിമാരെയും ഒരുപാട് ആൾക്കാർ നമുക്ക് ഭയങ്കര സ്നേഹം തരുന്നത്. ആക്ച്വലി ഐ എം സോ ഹാപ്പി ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ ഭയങ്കര താങ്ക് യു. ഐ എം സോ ഹാപ്പി. എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. കാരണം ഞാൻ ജാനുവരി ഒരു 9th 10th ആ ഒരു ഡേ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ലാസ്റ്റ് ഓഗസ്റ്റ് 1st. അപ്പോൾ ഒരു 6 to 7 months ആണ് മാക്സിമം നമ്മൾ മോണിറ്റൈസ് ആവാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു ടൈം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്യാം, അതിൻ്റെ മുന്നത്തെ ആഴ്ച ചെയ്യാം ഒക്കെ ഞാൻ അപ്പോൾ മോണിറ്റൈസ് ആയ വീഡിയോ ഞാൻ ചെയ്യണ്ടേ, അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ആരോടാ പറയുക. അപ്പോൾ അങ്ങനെ പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ വേറെ പുതിയൊരു ജോബിലോട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സമയമില്ല വീഡിയോ വന്ന് ചെയ്യാനും വീഡിയോ പോസ്റ്റ് ചെയ്യാനും ഒന്നും തീരെ സമയം കിട്ടുന്നില്ല. ഇപ്പം തന്നെ സമയം ഒരു 12 മണി 1 മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി. ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഒരു 76ാമത്തെ വീഡിയോ 77 ആ ഒരു റേഞ്ചൊക്കെ 74-75 ആ ഒരു റേഞ്ച് ആയപ്പോഴാണ് ഷോർട്സ് അടക്കം. അതായത് വീഡിയോസ് എൻ്റെ ചാനലിൽ കുറവായിരിക്കും, ഷോർട്സ് ആണ് കൂടുതൽ. അപ്പോൾ ഒരു 70 to 77 ഉള്ളിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് എപ്പോഴും ഷോർട്സ് ഇടാനും വീഡിയോസ് ഇടാനും പലപ്പോഴും തിരക്ക് കൊണ്ട് നമ്മൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് പറ്റാറില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം എന്നെക്കൂടി പറ്റുന്ന രീതിയിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. പിന്നെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരു മടിയും ഇല്ലാണ്ട് ഒരു നാണം വിചാരിക്കാതെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ ആളുകളെ കാണുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന്. ഞാൻ അതിലൊന്നും വിചാരിക്കാറില്ല, ഒരു ഷെയിമും വിചാരിക്കാറില്ല. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ബാക്കിയുള്ളവർക്ക് ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർക്കൊരു സന്തോഷമോ അല്ലെങ്കിൽ അവർക്കൊന്നും കിട്ടാനില്ല. അപ്പം നമ്മളിപ്പോൾ മടിയും നാണക്കേടും അയ്യോ ഞാൻ എങ്ങനെ ചോദിക്കുക, അയ്യോ ഞാൻ എങ്ങനെ പറയുക, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന അതിൽ കാര്യമില്ല. ഞാൻ ഓപ്പണായിട്ട് എല്ലാവരുടെ അടുത്തും ചേട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ചേച്ചി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാനത് പറയാറുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ മടി വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു കമ്പനി ലെവലിൽ പറയുന്നതല്ലേ, അതിപ്പോൾ ഇത്ര മോശം ആ രീതിയിലൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന എല്ലാ മീഡിയത്തിലും നമുക്കത് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതാണ് ഒന്ന് ചെയ്തിരുന്നത്. പിന്നെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം, വീഡിയോസ് കുറവാണ്, നമ്പർ ഓഫ് വീഡിയോസ്. ഷോർട്സ് ഇപ്പം ഞാൻ ലാസ്റ്റ് മോണിറ്റൈസ് ആയതിന് ശേഷം ഞാൻ ഒരു 4-5 ദിവസമൊക്കെ അടുപ്പിച്ച് എൻ്റെ കയ്യിൽ ശരിക്കും ഇടാൻ എന്നും ജോലിക്ക് പോകുന്ന കാരണം നമുക്ക് വീഡിയോ എടുത്ത് വെച്ചത് കുറവാണ്. ഇനി പണ്ടൊക്കെ ഉള്ളതൊക്കെ തപ്പിയെടുത്തിട്ടൊക്കെ വേണം. അപ്പോൾ ചിലപ്പോൾ ഞാൻ കുറേ പണ്ടത്തേക്ക് എടുത്തിട്ട് ഇടും. കാരണം ഒരു 74-76 കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 92-94 ആ ഒരു റേഞ്ചിലായി തോന്നുന്നു.
അപ്പം ഞാൻ എന്ത് വേണമെന്ന് വെച്ചാൽ വീഡിയോ ഇടാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതിൽ പൈസ കൂടാൻ വേണ്ടിയിട്ട് എന്നും ഷോർട്സ് ഇടും. നമുക്കിങ്ങനെ അപ്പോൾ പൈസ കൂടും എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ കൂടി എന്നല്ല പറയുന്നത്, ഷോർട്സ് ഇട്ടതുകൊണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ചാനലൊന്ന് ലൈവിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡെയിലി ഇങ്ങനെ നമുക്ക് മോണിറ്റൈസ് ആയ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇടുമല്ലോ, അങ്ങനെ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് ഭയങ്കര ഷോർട്സ് ഇടലായിരുന്നു. ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല, ഇന്നിപ്പോൾ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബിസി ലൈഫിലൂടെ പോകുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ പാഷനൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു രസമല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ, നമുക്ക് സെൽഫായിട്ട് സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യുക. ഞാൻ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം അതും ലൈക്ക് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. സഞ്ജു, അമ്മ, അച്ഛൻ, മേമ, അമൃത, ആർദ്ര, ഞാൻ വീണ്ടും എൻ്റെ മദർ ഇൻ ലോ, സഞ്ജുവിൻ്റെ അമ്മ, പിന്നെ അതുപോലെ തന്നെ എവ്രിബഡി ലൈക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫ്. പിന്നെ ഞാൻ വീഡിയോ ഇടാതെ ഇരുന്നിരുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ഒരു 1.5 മാസം ഞാൻ വീഡിയോ ഇടാതെ ഇരുന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോഴൊക്കെ ചേച്ചിയാണ് എന്നെ വിളിച്ചിട്ട് പറയാറ്, അഞ്ജു വീഡിയോ പോസ്റ്റ് ചെയ്യൂ, നീ എന്തെങ്കിലും നീ ജസ്റ്റ് ഒന്ന് ലൈവിലിരിക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും നീ ഒരു ഷോർട്സ് എങ്കിലും ഇടൂ. അപ്പോൾ എനിക്ക് ജോലി ഇല്ല പറയുമ്പോൾ ഞാൻ വെറുതെ നമുക്കൊരു ഇടയ്ക്കൊരു മടി പിടിക്കത്തില്ലേ അങ്ങനെ. പിന്നെ ആ ചേച്ചിയുടെ ഒരു സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒപ്പം തൃശ്ശൂർ കോടതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ പേര് ഞാൻ ഇവിടെ അടുത്ത് പറയുന്നില്ല. ചേച്ചിയുടെ ഒരു സപ്പോർട്ട്, എൻ്റെ കോളേജിലുണ്ടായിരുന്ന ഒരു ജൂനിയർ ഒരു കുട്ടിയുണ്ട്, അവളുടെ ഒരു സപ്പോർട്ട്, അങ്ങനെ ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പറയാൻ ഇതിൻ്റെ ഇരട്ടി ആൾക്കാരാണ്, അത് നമ്മൾ നോക്കണം. ബട്ട് അങ്ങനെയൊക്കെ നമ്മൾ മോണിറ്റൈസ്ഡ് ആയി. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വന്നിട്ട് എൻ്റെ ഈ ഒരു സന്തോഷം, എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്തത്. പിന്നെ ഇനിയിപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അതായത് ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് നിർബന്ധമാണ്. ഒന്നില്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 4000 വാച്ചിങ് ഹവേഴ്സ്, 4000 മണിക്കൂർ ജനങ്ങൾ നമ്മുടെ വീഡിയോ കാണണം. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 4000 വാച്ചിങ് ഹവേഴ്സ്. അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 10 മില്യൺ വ്യൂസ് ലാസ്റ്റ് 3 മന്ത്സിലും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു, ഒന്നില്ലെങ്കിൽ ഷോർട്സിൽ 10 മില്യൺ വ്യൂ ലാസ്റ്റ് 3 മന്ത്സിൽ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1000 പ്ലസ് 4000 വാച്ചിങ് ഹവേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു നല്ല കണക്ഷൻസും ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ആവുമായിരിക്കും. എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ആയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ടൈം എടുത്ത് തന്നെയാണ് ആയിട്ടുള്ളത്. വാച്ചിങ് ഹവേഴ്സ് നമ്മൾ നല്ല വീഡിയോസ് ചെയ്ത് നല്ല കോണ്ടൻറ്റ്സ് ചെയ്തിട്ട് നമ്മൾ വാച്ചിങ് ഹവേഴ്സ് ആക്കുക എന്നുള്ളത് അത് വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല, പലവർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ എനിവേ ഞാൻ ഭയങ്കര എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ എന്താണ് ഇപ്പോൾ പറയേണ്ടത് നിങ്ങളുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു ഇനീഷ്യൽ പീരീഡിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് ഓരോരുത്തർ എൻ്റെ അടുത്ത് വന്ന് പറയും, ഇന്നാൾ ഇന്നത് പറഞ്ഞു. ഓക്കെ, ഞാനത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടും. അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് പോവുമല്ലോ. ചിലരൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ അവൾക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അടിപൊളി, ഇതും കൂടി ആയി, അടിപൊളി. ആ ഒരു രീതിയിൽ നമ്മളെ ഇമോഷണലി തകർക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് സംസാരം ഉണ്ടാവില്ലേ, അത് ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് വലിയ വിഷയമാക്കി എടുക്കാറില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സഞ്ജു ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. അതായത് പുള്ളി എനിക്ക് നല്ല കോൺഫിഡൻസ് തരാറുണ്ട്, മാത്രമല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ. എൻ്റെ പാരൻസ് ആണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് കേട്ടോ, അതില്ല എന്നല്ല. എൻ്റെ അമ്മ, മേമ, ആർദ്ര, അമൃത, എൻ്റെ സർക്കിൾ, എൻ്റെ കസിൻസ്, സഞ്ജു, എൻ്റെ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും, അങ്ങനെ എല്ലാവരും. ഞാൻ ഇപ്പോൾ ഇതിൽ എൻ്റെ സഞ്ജുവിൻ്റെ അമ്മ, എല്ലാവരും, എവ്രിബഡി സപ്പോർട്ട്സ് മീ എന്നുള്ളത് അപ്പുറത്തുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതലായിട്ട് സപ്പോർട്ടിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ ഞാനത് ചെവി കൊള്ളാറില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുമ്പോൾ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ്. ബിക്കോസ് നമ്മൾ ഒരു കാര്യം തുടങ്ങിയിട്ട് അത് സക്സസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല. മോണിറ്റൈസ്ഡ് ആയി, ഇനി എൻ്റെ ചാനലിൽ പൈസ കിട്ടാൻ തുടങ്ങും,
ഓൾറെഡി പൈസ വന്ന് തുടങ്ങി. അതിങ്ങനെ US ഡോളേഴ്സിൽ കാണുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം, അതായത് ഡോളേഴ്സിലാണ് നമുക്ക് പൈസ വരിക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ എഫേർട്ട് അതായത് സക്സസ് ആയി, നമ്മളുടെ പരിശ്രമം വിജയിച്ചു എന്നത് അത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പം യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങിയിട്ടുള്ള പലവരും നമ്മളെ കമൻറ്റ് ചെയ്യാനും കളിയാക്കാനൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തു, ഷോർട്സ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഐഡിയാസ്, നിങ്ങൾ അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുക. ചിലവർ ഫുഡ് റിലേറ്റഡ് ആയിരിക്കും, ചിലവർ ട്രാവൽ ആയിരിക്കും, അങ്ങനെ ഓരോരോ എല്ലാം മിക്സ് ചെയ്തിട്ട് എന്നെ പോലെ ചെയ്യുന്നവരുണ്ടായിരിക്കും. ലൈക്ക് വാട്ട് എവർ, ആർക്കും എന്തും പറയാം, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുക, നമ്മളുടെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കുക, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അതെടുത്ത് അതൊന്നും അങ്ങ് പറഞ്ഞു പരത്താൻ മാത്രമായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അതിന് ബോധറേ ചെയ്യണ്ട. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് പറഞ്ഞുതരാം. നമ്മൾ 10th കഴിഞ്ഞാൽ നമ്മൾ +1 +2 ഏതെങ്കിലും ഒരു സ്ട്രീം എടുക്കുമല്ലോ, ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും. അപ്പം ഞാനൊക്കെ സയൻസ് എടുത്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, അയ്യോ സയൻസാണ് ഇപ്പം എല്ലാവരും സയൻസ് എടുത്ത ആൾക്കാരായിട്ട് തൊട്ട് നടക്കാൻ വയ്യാണ്. ഹ്യൂമാനിറ്റീസ് എടുത്ത് ഓപ്പോസിറ്റ് കുട്ടിയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ല മോളെ അണക്ക് എന്തേ സയൻസ് കിട്ടിയില്ലേ, വേറെ ഏതെങ്കിലും എടുക്കായിരുന്നില്ലേ, ഈ എന്തിനേ ഹ്യൂമാനിറ്റീസ് എടുത്തും. അതായത് വാട്ട് എവർ വി ഡു, ലൈക്ക് നമ്മളെ ഇങ്ങനെ തരം താഴ്ത്താനും നമ്മളെ കമൻറ്റ് ചെയ്യാനും ആളുകൾ കുറേ ഉണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഡിഗ്രി കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ LLBക്ക് ചേരുന്നത്. അപ്പം ഞാൻ LLBക്ക് ജോയിൻ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അയ്യോ LLBക്കാ പെൺകുട്ടികൾ വക്കീലാവുകയെ, വേറെ എന്തെങ്കിലും പഠിച്ചൂടെ മോളെ, കണക്ക് വേറെ ഒരു കോഴ്സും ഇല്ല, നീ ഇപ്പം പഠിച്ച കോഴ്സിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തൂടെ, വക്കീലായിട്ട് ഈ എന്തിനാണ് അതെടുക്കണം. ഓ മൈ ഗോഡ്, നമ്മൾ ചേരാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ട്, നമ്മളെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട് എത്ര ആളുകളുണ്ടായിരുന്നെന്നറിയോ. എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ സ്റ്റിൽ സങ്കടമാണ്. പക്ഷെ ഞാൻ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ ഞാൻ കോളേജ് ടോപ്പറായിട്ട് പഠിച്ചിറങ്ങിയതൊക്കെ എനിക്കിപ്പോഴും ഭയങ്കര ഒരു അഭിമാനം നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളിങ്ങനെ എപ്പോഴും നമ്മളതിനെ വേദനിപ്പിക്കാനുള്ള ആളുകളുടെ എണ്ണമാണ് കൂടുക. അപ്പം അതേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഏതൊരു കാര്യം ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഇപ്പോൾ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അപ്പം നിങ്ങളാണ് ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, എത്ര ആൾക്കാർ നിങ്ങളെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, എത്ര ആൾക്കാർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് ഭയങ്കര പെയിൻഫുൾ അല്ലേ. അത് ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അത് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളതിനെ കുത്തി നോപ്പിക്കാൻ ആളുകൾ കൂടുതലുണ്ടാവും. അപ്പോൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. എന്തായാലും ഫൈനലി സക്സസ് നമുക്ക് തന്നെയാവും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. അത് എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, വേറെ ആരെയും നമ്മൾ മൈൻഡ് ചെയ്യണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ +2 കഴിഞ്ഞത് മുതൽ ചെറിയ ജോലി ആയിക്കോട്ടെ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് രാവിലെ 9:30ക്കാണ് കോളേജ് എങ്കിൽ, ഞാൻ 9:39 ആ ഒരു സമയത്താണ് കോളേജ് എങ്കിൽ, ഞാൻ രാവിലെ 1 മണിക്കൂർ ട്യൂഷൻ എടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത്. 8th 9th 10th, അതായത് ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ 8th സ്റ്റുഡൻസിനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വർഷം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്നെ വിളിച്ചു, ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റുഡൻസൊക്കെ ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു 45, 50, 60 കുട്ടികൾ വരെ ഉള്ള, നമ്മളറിയില്ലേ ട്യൂഷൻ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടാവുകയെന്ന്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് 3 വർഷം ഞാൻ അങ്ങനെ 1 മണിക്കൂർ, പിന്നെ ശനിയും ഞായറും വരുമ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്ത് ഞാൻ എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്തിരുന്നതാണ്. അതിപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് എൻ്റെ കുടുംബം നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ട് അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടമാണ്, അതെൻ്റെ പാഷനാണ്, കുട്ടികളെ പഠിപ്പിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പഠിപ്പിക്കുന്ന രീതി, അതായത് ഒരാളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി അതുകൊണ്ട് വരും. കാരണം ആ ഒരു 3 വർഷവും പിന്നെ ഞാൻ LLBക്ക് ജോയിൻ ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 hour ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ മോർണിംഗ് അവേഴ്സ് എടുക്കാൻ പറ്റില്ല, പിന്നെ കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് ശനിയും ഞായറും മാത്രമായിട്ട് ഞാൻ കുറച്ച് കാലം പോയി എടുത്തു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് 3 വർഷം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് LLBക്ക് ചേർന്നപ്പോൾ പിന്നെ അത് നിർത്തി. പക്ഷേ എങ്കിൽ പോലും ഓൺലൈൻ ആപ്പുകളിലൊക്കെ ലൈക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നു. ക്ലാറ്റിൻ്റെ സ്റ്റുഡൻസിനൊക്കെ LLBയുടെ എൻട്രൻസ് എക്സാം ഉണ്ട്, ക്ലാറ്റൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ കോച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ LLBക്ക് പഠിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. എനിക്ക് ആങ്കറിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
ആണ്. അവതാരികയായിട്ടൊക്കെ ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ ഞാൻ ചെറിയ രീതിയിലൊക്കെ എനിക്ക് വരുന്നതൊക്കെ ഇപ്പോൾ എൻ്റെ അങ്കിൾ ത്രൂ വരുന്നത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ആങ്കറിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ പേയ്മെൻ്റ് ആണെങ്കിലും ചെറുതൊന്നും അല്ല കേട്ടോ. ഞാൻ ആ സമയത്ത് തന്നെ നമ്മളൊരു ആങ്കറിങ് ഒരു ദിവസം ഒരു 3 hours നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 8,000 10,000 റേഞ്ചിൽ കിട്ടും. ചിലത് നമുക്ക് കുറച്ച് കുറവാകും, 6,000 4,000 ആ റേഞ്ചിലാവും കിട്ടുക. ഡിപ്പെൻസ് ആണ് ഒരു പ്രോഗ്രാം എങ്ങനെയുണ്ട്. അതായത് വലിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ വലിയ എമൗണ്ട്, അങ്ങനെ എമൗണ്ട് മാത്രമല്ല നമ്മുടെ പാഷനാണത്. എനിക്ക് ഇഷ്ടമാണ് ആങ്കറിങ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളേനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുന്നവർക്കൊന്നും അറിയില്ല നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ പോലും എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വന്ന് നമുക്ക് വീക്കെൻഡ്സ് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ കിട്ടുന്നൊരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. ജോലി ദിവസങ്ങൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പം ഇന്ന് നോക്കൂ, ഇന്ന് ആക്ച്വലി ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഞാൻ ജോലി കഴിഞ്ഞു, ചെറിയ രീതിയിൽ ഉള്ള വേറെ പല കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒരു 12:30 1 മണിയായി സമയം. ഈ സമയത്താണ് ഞാൻ ഈ നടു റോഡിൽ നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കും. ഞാൻ വിയർക്കുന്നു, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്, ഞാൻ ടയേർഡാണ് എല്ലാ രീതിയിലും. പക്ഷെ നമ്മളുടെ പാഷൻ ഇതായതുകൊണ്ട് നമ്മൾ ഇതിനൊരു മടിയും വിചാരിക്കാൻ നമ്മളിത് ചെയ്യാണ്. പലപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അതുപോലെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊക്കെയുള്ള കുറച്ച് ടോപ്പിക്സൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിരുന്നത് എപ്പോഴാണെന്നറിയോ? എനിക്ക് ഞായറാഴ്ചയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ഭയങ്കര വെയിലാണ്. നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ വെയിൽ സഹിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ 5 മണിക്ക് അലാറം വെച്ച് 5:30 ആകുമ്പോഴേക്കും ഞാൻ നീച്ച് റെഡി ആയിട്ട് ഞാൻ സഞ്ജുവേട്ടനെയും പുള്ളീനെ ഞാൻ വിളിച്ച്, പുള്ളി അതാണ് ഞാൻ പറയുന്നത്, പുള്ളിയുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് പറ്റില്ല. വീഡിയോ ഒക്കെ ഞാൻ പുറത്ത് വന്ന് ചെയ്യുന്നതൊക്കെ രാവിലെ 5:30 അല്ലെങ്കിൽ ഈവനിങ് വളരെ ലേറ്റായിട്ടും. എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിൽ ആക്ച്വലി റിസ്ക് എടുക്കുന്നുണ്ട്, ടൈം എടുക്കുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട്. കാണുന്നവർക്കൊക്കെ പുച്ഛിക്കാം, തള്ളി പറയാമെങ്കിലും ഇതിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വി ആർ ഡൂയിങ് സോ മച്ച് ഫോർ അവർ ഹാപ്പിനെസ്. നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇതിലും നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് പറയുകയാണ് എല്ലാവരും. ഞാൻ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഈ ജോലിയൊക്കെ ചെയ്യുന്നതിൽ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന എല്ലാ കുട്ടികളും, എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിമാരും ഒക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ്. ഇൻസ്റ്റയിൽ നിങ്ങളൊരു ഷോർട്ട്സ് ആയിക്കോട്ടെ, യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു റീൽ ആയിക്കോട്ടെ, അതിങ്ങനെ ഓരോ ഷോർട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാൻ ഒരുപാട് എഫേർട്ട് എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ബട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതൊരു എഫേർട്ടായി തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ പലപ്പോഴും ഇത് ബുദ്ധിമുട്ടായിരിക്കും. അവർ നമ്മളുടെ അടുത്ത് എത്ര എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അറിയാലോ അത്. കാരണം നമ്മൾ അവരുടെ ടൈം, അവരുടെ ഉറങ്ങുന്ന ടൈം അല്ലെങ്കിൽ അവർ വീട്ടിലിരിക്കുന്ന ടൈമൊക്കെ നമ്മൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എനിക്കുണ്ട്, എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്. ഈ നമുക്കിപ്പോൾ ഗൂഗിൾ ആഡ്സൻസിൻ്റെ കാര്യങ്ങൾ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്ര പേയ്മെൻ്റ് ആണ് കിട്ടുന്നത്, ഏത് രീതിയിലാണ് പേയ്മെൻറ്റ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് വരുന്നത്, നമുക്ക് അതെങ്ങനെയാണ് വിസിബിൾ ആവുന്നത്, അതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഞാനൊരു വീഡിയോ ഇവിടെ കൊടുക്കാട്ടോ. അതായത് എനിക്ക് എപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ടൊരു മെയിൽ റിസീവ് ആയതും, എൻ്റെ ചാനലിൻ്റെ പേര് വക്കീൽ അഞ്ജു എന്നാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് വക്കീൽ അഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ മോണിറ്റൈസ് ഓൺ ബട്ടൺ ആയിട്ട് ഞാൻ 2-3-4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അത് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു. അതെന്തുണ്ടായെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായി പോയി. അപ്പോൾ എനിക്ക് തോന്നി ആ സ്റ്റാർട്ട് ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേറെ രീതിയിൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് മണ്ടത്തരമൊക്കെ പറ്റേണ്ട വെച്ചിട്ട് ഞാൻ എപ്പോഴും എല്ലാം ചെയ്യുമ്പോൾ കുറച്ച് ലാഗ് ചെയ്ത് കാരണം എനിക്ക് ടൈം കിട്ടാറില്ല. ടു ബി ഹോണസ്റ്റ്ലി ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ സമയമില്ലേ. ഞാൻ രാവിലെ 9 മണിക്ക് പോയി 5 മണി വരെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോൾ കറൻ്റ് ഞാൻ സഞ്ജുവിൻ്റെ ഒപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ ടയേർഡ് ആവുകയാണ്. എനിക്ക് വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമുക്ക് ശരീരം കൊണ്ട് ടയേർഡായി പോവില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് മണ്ടത്തരം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് എന്നും യൂട്യൂബ് എന്ത് ചെയ്യും, എന്നും ഒരു രാത്രി ഒരു 10 മണി 10:30 11 മണി റേഞ്ചിൽ എന്നും യൂട്യൂബിൽ നിന്ന് മെയിൽ വരും. അതാണ് നമ്മളതിനെ യൂട്യൂബ് ഇങ്ങനെ അലേർട്ട് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആ മോണിറ്റൈസേഷൻ ഓണാക്കും എന്നുള്ള രീതിയിൽ അവർ നമ്മളതിനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊക്കെ ആണെങ്കിൽ നമ്മൾ കിട്ടിയ ഉടനെ നമ്മൾ അതിൻ്റെ ബാക്കി പ്രോസസ്സ് തുടങ്ങും എന്നുള്ളതാണ്. ഞാനിങ്ങനെ ടൈം എടുത്ത്, കാരണം എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് പിന്നാലെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലൊക്കെയാണ്. അപ്പം ഈ ഗൂഗിൾ ആഡ്സൻസിൻ്റെ കാര്യം, നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത്, എല്ലാ ഡീറ്റെയിൽസും അടങ്ങിക്കൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു
പ്രയത്നത്തിൻ്റെ എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു വിജയമാണിത്. സോ ഹോണസ്റ്റ്ലി ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഓൾ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇങ്ങനെ മോണിറ്റൈസ് ആവാൻ നിൽക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവട്ടെ കേട്ടോ. അതുപോലെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടാതെ വ്യൂസ് കൂടാതെ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾ നിർത്തരുത്. യു ട്രൈ എന്തായാലും നിങ്ങൾ വിജയിക്കും, ഉറപ്പാണത്. അതിൽ യാതൊരു സംശയം വേണ്ട. നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സക്സസ് ഉണ്ടാവട്ടെ. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഭയങ്കരമായ സ്നേഹം, നന്ദി എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ.